ഹായ് ഹലോ ജിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരുപാട് നാളായി കണ്ടിട്ട്. ഈ കോവിഡ് കാരണം കുക്കിംഗ് വീഡിയോ ഒന്നും നമ്മളിപ്പോൾ ഇടുന്നില്ല. കോവിഡ് കഴിയാതെ നമുക്ക് ട്രാവൽ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ വേറെ വീഡിയോകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ ോടനുബന്ധിച്ച് കുക്കിങ്ങും പച്ചക്കറിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന ഓരോ കൃഷികൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അത് ചിലർക്ക് നല്ല രസമായിരിക്കും, ഇത് കാണാൻ നല്ല താല്പര്യം ഉണ്ടാവും. അതുപോലെ കൃഷി ചെയ്യുന്നവരുണ്ടാവും, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കത് കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോകളിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അങ്ങനെയാണ്. ഇത് നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിക്കുന്ന കേട്ടോ. ചെറുനാരങ്ങ നീരും തേനും പിന്നെ ഇഞ്ചിയുടെ ഇതും കൂടിയിട്ട് നീരും കൂടിയിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് ഇറക്കാം. അപ്പോൾ ഇതാണ് പയർ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പയർ കൃഷിയാണ്. പയർ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ. ഇച്ചിരി വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഞാൻ ബൾക്കായിട്ട് ചെയ്തിരുന്നു ഒരു 4-5 വർഷം മുമ്പൊക്കെ, 5-6 വർഷം മുമ്പ് കടകളിലൊക്കെ കൊടുത്തിരുന്നു, പാവലും പയറും ഇതൊക്കെ. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ് ജോലിയും കാര്യങ്ങളും ഇതൊക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ ഓരോ ജോലിക്ക് പോകുന്ന കാരണം പണി ജോലികളുണ്ടാവും. അപ്പോൾ പിന്നെ സമയം കിട്ടാറില്ല. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്നാലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പയറാണ്. അപ്പോൾ അതുപോലെ ഒരുവിധം എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പയറിനെ പരിചയപ്പെടാം. പയറെന്നുള്ള ഞാൻ 5 വെറൈറ്റി പയർ ചെയ്തിട്ടുണ്ട്. അത് ഒന്നിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതും എല്ലാം പ്രാവശ്യം ചെയ്തു. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആകും നല്ല രസമാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് പയർ. ഇതാണ് കഞ്ഞിക്കുഴിപ്പയർ എന്ന് പറയുന്നത്. കഞ്ഞിക്കുഴിപ്പയർ ഇത് കണ്ടോ, ഒരു നീളം വരും. ഏതാണ്ട് മീറ്റർ പയറിൻ്റെ ഏതാണ്ട് ആ രൂപം തന്നെയാണ്. നമുക്ക് അതിൻ്റെ അത്ര വരില്ലെങ്കിലും അത്ര നീളം വരില്ലെങ്കിലും നല്ലൊരു സൈസ് പയറാണ്. അപ്പം കഞ്ഞിക്കുഴിപ്പയർ ഇതാണ് ഈ ഉണ്ടായി കിടക്കുന്നതൊക്കെ. ഇതൊക്കെ ആ പയറിൽ പെട്ടത്. ഇത് പിന്നെ ഉള്ളത് കണ്ടോ, റെഡ് ഒരു വയലറ്റ് കളർ. ഇത് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ വീടുകളിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പയറാണ് പണ്ട്. ഇത് നല്ലൊരു പയറാണ്. നല്ല അത്ര വലിപ്പമൊന്നും വരില്ലെങ്കിലും നല്ല പയറാണ് ഈ പയർ. കണ്ടോ, ഇതും നമ്മുടെ കഞ്ഞിക്കുഴി പയറിൽ പെട്ട പയറാണ്. ഇതൊക്കെ വയലറ്റ് പയർ. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പയർ. പണ്ട് നമ്മുടെ വയലിലൊക്കെ വിതയ്ക്കും. അങ്ങനെയുണ്ട് ചെറിയ പയർ. ഇത് നമ്മുടെ കുഞ്ഞുമോനാണ്. ആളൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണേ. ഇതേ അവർ കാണുന്നുണ്ട്. അവരോട് ഹായ് പറഞ്ഞു. ഇത് ഈ പയറാണ് ഏറ്റവും സ്വാദുള്ള പയർ. ഇത് മണി എടുത്തു കഴിഞ്ഞാൽ അച്ചിങ്ങ പയറിന് ഇത് അധികം എടുക്കില്ല. ഇത് മണി എടുക്കാനാണ് നമ്മളെടുക്കുക. അപ്പോൾ ഈ മണിയും പിന്നെ ഇത് അച്ചിങ്ങയായിട്ട് പറിച്ച് അതൊക്കെ കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലതാണ്. മണി മാത്രമായിട്ട് കഴിക്കുന്നതും അച്ചിങ്ങയും മണിയും കൂടി ഇട്ടിട്ട് നമ്മൾ വയ്ക്കുന്നതും ഒരു പ്രത്യേകതയാണ്. ഇത് നല്ലൊരു പയർ തന്നെയാണ്. ഇത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. എല്ലാ പയറും ഒരുമിച്ചാണ് നമ്മൾ ഇട്ടത്. ഇതും ഇതൊക്കെ അതിൽ പെട്ടാണ്. താഴത്തെ ഭാഗത്ത് മറ്റേ പയറും മേലെ ഭാഗത്തും അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വേറെ കേടൊന്നുമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ കായ വന്നു തുടങ്ങിയിട്ട് ആണ് ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 18 മണി പയറാണ്. അല്ല, നമുക്ക് 18 മണി പയർ എന്നൊക്കെ അതാണ് ഈ പയർ. അത് കായ വരുന്നേ ഉള്ളൂ, കായ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. അതിന് 18 മണി പയർ അത് നല്ലൊരു സ്വാദുള്ള പയർ തന്നെ. അത് നമ്മുടെ നാടൻ പയറിനോട് ഏതാണ്ട് കടപിടിക്കുന്ന ഒരു പയറാണ്, നല്ല പയറാണ്. അപ്പോൾ ഇതാണ് പിന്നൊരു വെറൈറ്റി. പിന്നെ നമുക്ക് വേറുള്ളത് മീറ്റർ പയർ. അത് നമുക്ക് പറ്റും. നേരത്തെ കഞ്ഞിക്കുഴി പയർ നമുക്ക് ഇത്രയും നീളം ഉണ്ടായിരുന്നു. ഈ പയർ തന്നെ ഇത്രയും നീളമുണ്ട്. ശരിക്കും എൻ്റെ ഒരു കയ്യിൻ്റെ നീളമുണ്ട്.
ഇത് ഒത്തിരി ഇത് കച്ചവട ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. കച്ചവടം ഞാൻ കടയിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പയറാണ് കൂടുതൽ ഉണ്ടാക്കിയത്, അച്ചിങ്ങയായിട്ട് കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മറ്റേ പയറിൻ്റെ കൂടെ ഒത്തിരി ഞാൻ ചെയ്തിട്ടില്ല. ഇത് 1-2 കടയേ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിത്ത് നഷ്ടപ്പെടരുതില്ല. അപ്പോൾ ഒരു 2 മൂട് ഇട്ടിട്ടുള്ളൂ. ഇതിനൊക്കെ എനിക്ക് താല്പര്യം മറ്റേ പയറാണ്. അപ്പോൾ ഇത് വേലി പോലെയാണ് കണ്ടോ, ഞാൻ ഇട്ടേക്കണ വേലി പോലെ ഈ പയർ അടി. അപ്പോൾ ഈ വേലി പോലെ ആണ് പയർ കിട്ടാൻ. അപ്പോൾ എന്താ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും വെയിലടി കിട്ടും. വെയിൽ കിട്ടുമ്പോൾ പയർ നന്നായി കായ്ക്കും. ഈ പയർ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് രാത്രി നനയ്ക്കരുത്, ഒത്തിരി സന്ധ്യയായിട്ട് നനയ്ക്കരുത്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയിൽ വെള്ളം നിൽക്കുമ്പോൾ പുഴു ഒക്കെ വരും. അപ്പോൾ ഒരു 4 മണി 4:30 5 മണി സമയത്തൊക്കെ നനച്ചു കഴിഞ്ഞാൽ വെള്ളം ഇരുട്ടാകുമ്പോഴേക്കും വെള്ളം വലിഞ്ഞു പോവുകയും ചെയ്യും. ചെടിക്ക് നല്ല ഉഷാറ് കിട്ടും. ഭയങ്കര വെയിലാണ് അവിടെ. വെയിൽ അടിച്ചിട്ട് വെയിലടിച്ചിട്ട് ഉണങ്ങുന്നതാണ് കേട്ടോ. ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ അതൊരു സ്പോട്ടിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെ ഉണങ്ങുന്നതാണ്. പയറിന് വെള്ളവും നല്ല വെയിലും രാത്രി കാലങ്ങളിലും മഞ്ഞും ഉണ്ടെങ്കിൽ പയർ നന്നായി കായ്ക്കും. അതാണ് പയറിനുള്ള പ്രത്യേകത. പയറിന് നല്ല വെയിൽ വേണം, വളം വേണം. ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കമ്പോസ്റ്റാണ് ഞാനിതിന് ഇടുന്നത്. കമ്പോസ്റ്റ് ഇട്ടിട്ടാണ് പയറും കുത്തുക. അപ്പോൾ അപ്പോൾ വേലിപ്പന്തലിൻ്റെ പ്രത്യേകത മനസ്സിലായി. വേലിപ്പന്തൽ 2 സൈഡിൽ നിന്നും വെയിൽ കിട്ടും, നല്ല വെയിൽ കിട്ടും, നല്ല കായ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റേ പന്തലിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ വേലിപ്പന്തലാണ് പയറിന് ഏറ്റവും നല്ലത്. നമുക്ക് പയർ പറിക്കാനായാലും സുഖം ഇതാണ്. 2 സൈഡിൽ നിന്നും പറിക്കാം, ആ സൈഡിൽ നിന്നും പറിക്കാം, ഈ സൈഡിൽ നിന്നും പറിക്കാം. അപ്പോൾ 2 സൈഡിൽ നിന്നും നമുക്ക് പയറിനെ പറിക്കാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, പയർ നല്ലതല്ലേ. നമുക്ക് എല്ലാവരും കൃഷി ചെയ്യണം. ഫ്ലോറിഡയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരുവിധം ആളുകൾക്കൊക്കെ വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആരും മാത്രം ശ്രമിക്കുന്നില്ല. കുറേ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പയറും കൃഷിയും അല്ല, ഒരുവിധം എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ വീട്ടിൽ നമ്മളെല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കൃഷികളും നല്ല നമുക്ക് നേരം പോക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് വേണ്ട നല്ല കാലത്ത് രാവിലെ എണീറ്റ് ഇതൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും അതിന് കേടുണ്ടോ എന്നൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മനസ്സിനൊരു പിന്നെ നമ്മൾ പണ്ട് ചെറുപ്പം മുതൽ കൃഷിയോടനുബന്ധിച്ച് ഉള്ളൊരു കുടുംബത്തായതുകൊണ്ട് കൃഷിയും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ അതൊക്കെയാണ് ഞാനിത് ഈ പയറിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. 5 സൈസ് പയറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതാണ് നമ്മുടെ പയർ കൃഷി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുക്കിംഗ് വീഡിയോ വരും. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ജിജൂസ് കിച്ചൺ എന്ന് പറഞ്ഞ ഇതിൽ എല്ലാ വീഡിയോകളും ഉണ്ടാവും. കുക്കിങ്ങിൻ്റെ മാത്രമല്ല ട്രാവൽ വീഡിയോകൾ വരും. പക്ഷേ ഇതിപ്പോൾ കൊറോണ ആയ കാരണം ഞാൻ അതിന് ശ്രമിച്ചായിരുന്നു. പക്ഷേ ഈ കൊറോണ ആയ കാരണം നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇച്ചിരി അപകടം പിടിച്ച ഒരു രോഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും ലോകത്തിലുള്ള എല്ലാ മലയാളികളും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
അപ്പം എല്ലാവർക്കും നല്ലതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്, വീണ്ടും കാണാം.